ഹായ് ഹലോ വെൽക്കം ടു നീൻസ് വ്ളോഗ്സ്. ഇനി കുറച്ച് നമ്മുടെ ചാനലിൽ നമ്മുടെ ഋഷികേശിലെ വിശേഷങ്ങളായിരിക്കും കേട്ടോ. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഉത്തരാഖണ്ഡിൽ ഋഷികേശാണോ താമസം? ആക്ച്വലി നമ്മൾ ഉത്തരാഖണ്ഡിലാണെങ്കിലും ഋഷികേശിൽ നിന്നും ഒരു 3 മണിക്കൂർ യാത്രയുണ്ട് നമ്മൾ താമസിക്കുന്ന ശ്രീനഗറിലെത്താൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഋഷികേശിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട്. നമ്മൾ ആദ്യം തന്നെ പോകുന്നത് നമ്മുടെ ലക്ഷ്മൺ ഝൂല കാണാനാണ്. അപ്പോൾ അത് പോകുന്ന വഴിക്ക് നമ്മളൊരു അമ്പലം കണ്ടു കേട്ടോ. ശ്രീ സച്ച് അഖിലേശ്വർ മഹാദേവ് ടെമ്പിൾ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ അവിടെയും കൂടെ തൊഴുതിട്ടാണ് പോകുന്നത്. നല്ല വലിപ്പത്തിലുള്ള ഒരു ശിവലിംഗം ഉള്ള ഒരു ക്ഷേത്രമാണ്. ഞാൻ ഉത്തരാഖണ്ഡിൽ, അതായത് നമ്മുടെ ഋഷികേശിൽ ഇത്രയും വലിപ്പമുള്ളത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ആക്ച്വലി വേറെ ഉണ്ടായിരിക്കാം, ഞാൻ കാണാത്തതായിരിക്കും. പക്ഷേ അടിപൊളി ഒരു ക്ഷേത്രമായിരുന്നു. നല്ല ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം കണ്ട് നമ്മൾ ആ മെർക്കുറിയിൽ തീർത്തിട്ടുള്ളൊരു ശിവലിംഗമാണ്, ആ ഒരു സിൽവർ കളറിൽ കണ്ടത്. പിന്നെ ഇതിൽ പൂജകളും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് പേര് പുറത്തുനിന്നുള്ള ആൾക്കാരും ഫോറിനേഴ്സൊക്കെ അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഒരുപാട് ടൈപ്പുള്ള പൂജകൾ, യാഗങ്ങൾ ഒക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഈ ശിവലിംഗത്തിന് നേരിട്ട് ജലധാരയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള വെള്ളവും പാത്രങ്ങളും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രധാനമായിട്ട് കഴിപ്പിക്കണമെങ്കിൽ അതും ചെയ്യാം. ഇവിടെ ഇപ്പോൾ കുറച്ച് ഫോറിനേഴ്സിനും ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകതരം പൂജയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പ്രസാദം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളും കഴിച്ചു നോക്കി. നമ്മുടെ നാട്ടിലുള്ള ടൈപ്പ് അല്ലാതെ നമ്മുടെ കേസർ പാലൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു. അതിൽ അരിയും ബദാമും അതുപോലെയുള്ള ഐറ്റംസും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ ലക്ഷ്മൺ ഝൂല എത്തി. ആക്ച്വലി ഇതിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് റീകൺസ്ട്രക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സൈഡിലായിട്ട് ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് സെറ്റപ്പും കൂടെ വരുന്നുണ്ട്. ഇനി മുതൽ ഇതിൻ്റെ പേര് ബജ്രംഗി സേതു ഝൂല എന്നായിരിക്കും. കാരണം മറ്റേ പേര് മാറ്റിയിട്ട് ഒരു പുതിയ പേര് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഹനുമാൻ്റെ പിക്ചർ കാര്യങ്ങളൊക്കെ അവിടെ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈഡിലായിട്ട് 2 സൈഡിലായിട്ടും നല്ല അടിപൊളിയായിട്ട് അവർ ഇത് ചെയ്തിട്ടുണ്ട്, ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കാര്യങ്ങൾ. പക്ഷെ അത് ഓപ്പൺ ആയിട്ടില്ല. അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പ്രോസസ്സിങ്ങിലാണ് എല്ലാ കാര്യങ്ങളും. പക്ഷേ ഇപ്പോഴും അത് തുറന്നു കൊടുത്തിട്ടുണ്ട്. കാരണം ആ വഴിക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള വഴി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് ഓപ്പൺ ആയിട്ടുണ്ട്. ഒരുപാട് ഫോറിനേഴ്സൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് ഋഷികേശ്. കുറേ കാലമായിട്ട് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ അടച്ചിട്ടതായിരുന്നു. ഇപ്പോൾ ഓപ്പൺ ആയപ്പം ഇവിടേക്ക് നന്നായിട്ട് സഞ്ചാരികൾ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഗംഗാനദിക്ക് കുറുകെയായിട്ട് 137 അടി നീളത്തിലാണ് ഈ ഒരു പാലമുള്ളത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചിട്ടുള്ള ഒരു പാലമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് റീകൺസ്ട്രക്ഷനായിട്ട് ഇപ്പോൾ വെച്ചത്. ശ്രീരാമൻ്റെ അനിയനായിട്ടുള്ള ലക്ഷ്മണൻ ഈ ഒരു പാലം കടന്നതായിട്ടാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഈ പാലത്തിന് ലക്ഷ്മൺ ഝൂല എന്നുള്ള പേര് വന്നത്. പക്ഷേ ഇനി മുതൽ ആ പേരിലായിരിക്കില്ല ഇത് അറിയപ്പെടുക. ഇനി മുതൽ ഇത് ബജ്രംഗി സേതു തൂക്കുപാലം എന്നുള്ള പേരിലായിരിക്കും അറിയപ്പെടുക. അതെന്തുകൊണ്ടാണ് അവർ ആ പേര് മാറ്റിയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിന് 2 സൈഡിലായിട്ട് ഒരുപാട് പണികളൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളി ഡെക്കറേറ്റീവ് ആയിട്ട് ഇവർ വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ആക്ച്വലി വിൻ്റർ വേഗം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശ്രീനഗറിൽ ഇപ്പോഴും തണുപ്പാണ്. പക്ഷേ ഇവിടുത്തെ വിൻ്റർ ഏകദേശം തീർന്ന് നല്ല ചൂടായിരുന്നു. ഈ പാലത്തിൻ്റെ മുകളിൽ കൂടി നടക്കുമ്പോൾ പൊള്ളി പോകുന്ന ടൈപ്പ് ചൂടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിൻ്റെ സ്ഥലത്തേക്കൊക്കെ പോയി. ഒരുപാട് ഷോപ്പിംഗ് കാര്യങ്ങൾ ഒക്കെ ഇതിൻ്റെ 2 സൈഡിലായിട്ട് ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ വിൽക്കുന്നുണ്ടാവും. അതായത് നമ്മുടെ രുദ്രാക്ഷം അതേപോലുള്ള സംഭവങ്ങളില്ലേ. ഇവിടെയൊക്കെ ചന്ദനത്തിൻ്റെ തടികളാണെന്ന് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി അത് ഒറിജിനൽ ആണോ എന്നറിയില്ല. പലതിനും പല റേറ്റ് ആയിരുന്നു. അതിൻ്റെ ക്വാളിറ്റി ഒക്കെ അനുസരിച്ചാണ് അതിൻ്റെ റേറ്റ് മാറുന്നതെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ശിലാജിത്ത്, പിന്നെ സാലിഗ്രാം സ്റ്റോണ്, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഈ ചന്ദനത്തിൽ തന്നെ ചിലത് 100 രൂപ, ചിലത് 320, 500, 600, 160 അങ്ങനെ പല റേറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ എന്താണെങ്കിലും 100 രൂപക്കൊക്കെ ചന്ദനം കിട്ടുമോ എനിക്കറിയില്ല കേട്ടോ. അത് ഭയങ്കര എനിക്കറിയില്ല. അവരോട് ചോദിച്ചപ്പോൾ അവർ കിട്ടും എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതുപോലെ കുൽഹട്ട് ടീ ഒക്കെ വിൽക്കണ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ കയ്യിലിടുന്ന ടൈപ്പ് ബ്രേസ്ലെറ്റ്സ്, അതുതന്നെ കല്ലുകൊണ്ടുള്ള ബ്രേസ്ലെറ്റ്, അങ്ങനെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്നു ഇവിടെ. ഇവരുടെയൊക്കെ പ്രധാന ഉപജീവന മാർഗം തന്നെ ഇതുപോലെയുള്ള കുഞ്ഞു ഷോപ്പൊക്കെ ഇട്ടിട്ട് ജീവിക്കലാണ്. നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഹോളി കഴിഞ്ഞതിൻ്റെ പിറ്റത്തെ ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ഷോപ്പൊക്കെ അവിടെ ഓപ്പൺ അല്ലായിരുന്നു. കാരണം എല്ലാവരും ഹോളി കഴിഞ്ഞ തിരക്കിൽ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഷോപ്പൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. ബാഗിൻ്റെ ഒക്കെ നല്ല അടിപൊളി കളക്ഷൻസ് ഉള്ള ഷോപ്പ്, പിന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉള്ള ഷോപ്പ്, ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഇവിടുന്ന് മേടിച്ചിട്ടുണ്ട് കേട്ടോ.
ലക്ഷ്മൺ ജൂല കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ സീക്രട്ട് വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി അതിൻ്റെ പേര് സീക്രട്ട് വാട്ടർഫോൾ എന്നാണെങ്കിൽ ഇവിടെയുള്ള എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം കേട്ടോ. അതായത് പുതിയത് വന്ന സഞ്ചാരികൾക്കും ഇവിടെയുള്ള ആൾക്കാർക്കും എല്ലാവർക്കും അറിയുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു വാട്ടർഫോളാണിത്. ചിലപ്പോൾ പഴയ സമയത്തൊക്കെ ഇത് ഭയങ്കര സീക്രട്ട് ആയിട്ടുള്ള ഐറ്റം ആയിരിക്കും, പക്ഷേ ഇപ്പോൾ അതിൻ്റെ അടുത്തായിട്ട് ഒരുപാട് റിസോർട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എങ്ങനെയാണ് അതിന് സീക്രട്ട് എന്ന് പറയുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തായാലും പൊതുവേ ചൂട് കൂടിയിട്ടുള്ള ഈ ഒരു സമയത്ത് ഈ ഒരു വാട്ടർഫോളിലൊക്കെ കുളിക്കുമ്പോൾ നല്ലൊരു റിഫ്രഷിങ് ഫീൽ കിട്ടും. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇവിടെ ക്യാമ്പിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ക്യാമ്പിങ് സർവീസും അല്ലാത്ത സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുഞ്ഞി കഫേ പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് പേര് പുറത്തുനിന്നും പിന്നെ ഇവിടെ അടുത്ത് ക്യാമ്പിങ് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഇവിടെ വന്നിട്ട് കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഗേൾസും ബോയ്സും അങ്ങനെ ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു. ആക്ച്വലി ഇവിടെ ഇപ്പോൾ വെള്ളം കുറവായിരുന്നു. സാധാരണ ഇവിടെ ഇതിൽ വെള്ളം ഉണ്ടാവാറുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളത്തിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ പാറകളിലൊക്കെ അത്ര വലിയ വഴുക്കൽ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്നാലും അത്ര സേഫ് അല്ല ഇവിടെ. കുറച്ചൊരു പ്രോബ്ലം ഉള്ള ഏരിയ ആയിരുന്നു. പെട്ടെന്ന് വെള്ളം വരുന്ന ഏരിയ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു സീസണിൽ വലിയ പ്രശ്നമില്ല. അപ്പർ തപോവൻ ഏരിയയിലാണ് ഈ ഒരു വാട്ടർഫോൾ ഉള്ളത്. ഒരു ചെറിയ 20 to 40 മിനിറ്റ്സ് ട്രക്കിങ് ചെയ്താൽ നമുക്കിവിടെ എത്താനായിട്ട് പറ്റും. എന്തായാലും വന്നു കഴിഞ്ഞാൽ കാണാൻ അത്യാവശ്യം നല്ലൊരു കാഴ്ചയാണ്. ഇപ്പോൾ കുറച്ച് വെള്ളം കുറവായതുകൊണ്ടാണ് കുറച്ചുകൂടി ജൂലൈ മുതൽ നല്ല അടിപൊളിയായിട്ട് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തൊക്കെ പറഞ്ഞാൽ ഈ വെള്ളത്തിൽ ഇങ്ങനെ കാലിട്ടിരിക്കുമ്പോൾ ഭയങ്കര ഒരു റിഫ്രഷിങ് ഫീൽ തന്നെയാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു. ചൂടാണെങ്കിൽ പോലും വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. ഇത് മുകളിൽ നിന്ന് വരുന്ന വെള്ളം ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഒരു കൂളിംഗ് എഫക്റ്റ് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സമയം 4 മണിയോട് അടുത്തുണ്ട്. അപ്പോൾ നമ്മൾ വേഗം ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ദക്ഷിണിൻ്റെ ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് കയറിയത്. അവിടെ നമ്മളൊരു മീൽസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വടയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. ഋഷികേശ് കിട്ടുന്നതിൽ വെച്ചിട്ട് ഒരു ബെസ്റ്റ് ഫുഡ് എന്ന് വേണമെങ്കിൽ പറയാം.